സ്വാഗതം. ആരംഭിക്കുന്നു പകൽ വാർത്ത. ആദ്യം തലക്കെട്ട്. പാർലമെന്റ് സമ്മേളനം തീരാൻ ഇനി ഒരു ദിവസം മാത്രം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയത്തിലും ചർച്ചയാകാമെന്ന് അമിത്ഷാ. പ്രതികരണം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട്. 17ാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം. ഇന്നും ഇരു സഭകളും തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷാ എങ്കിൽ രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. ജോൺ ബ്രിട്ടാസിനെതിരായ BJP MPയുടെ ലുങ്കിവാല വിളിയെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിഷേധം. അവകാശ ലംഘന നോട്ടീസ് നൽകി. ലുങ്കിവാല പ്രയോഗം നടത്തിയത് സുഷ്മിതാ ദേവ്. ഇരുവരുടെയും ഭാഗങ്ങൾ ചേംബറിലെത്തി അവതരിപ്പിക്കാൻ അവസരം നൽകി സഭാധ്യക്ഷൻ. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരണക്കണക്ക് വച്ചുള്ള താരതമ്യം ഹൃദയശൂന്യത. മഴ തീർന്നിട്ടും ദുരിതം ബാക്കി. ആരും നിരാലംബരാകരുത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയെന്നും പ്രതിപക്ഷ നേതാവ്. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് തിരുവനന്തപുരം കളക്ടർ. 300 മണിക്കൂർ വിവിധ സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തി. ഷിജിന്റെയും ജോണിന്റെയും കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാര തുക നൽകും. തെരച്ചിൽ സംബന്ധിച്ച തുടർ തീരുമാനം ഉടൻ. ജില്ലാ ഭരണകൂടം സമയോചിതമായി ഇടപെട്ടെന്നും അനുകുമാരി IAS. KB ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് കടന്നാക്രമണമല്ലാതെ മയപ്പെട്ട് സുകുമാരൻ നായരുടെ മറുപടി. തന്റെ ഭാഗത്ത് വീഴ്ചയില്ല. അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ. NSS സ്ഥാപനങ്ങളിൽ അനധികൃതമായി ആർക്കും ജോലി നൽകിയിട്ടില്ലെന്നും ജനറൽ സെക്രട്ടറി. അകത്താക്കിയതിന് പിന്നാലെ അർജുൻ ആയങ്കിയെ സകല വഴിക്കും വരിഞ്ഞുകെട്ടി പോലീസ്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ആഭ്യന്തരമന്ത്രിക്കെതിരായ പോസ്റ്റിട്ട ഫോണെന്ന് സംശയം. ഫോൺ കണ്ടെടുത്തത് അഭിഭാഷകയുടെ ഫീഡിനടുത്തു നിന്നും. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കുരുക്കിൽ. സാമ്പത്തിക തട്ടിപ്പാരോപിച്ച് സഹതാരം ലക്ഷ്മി 8 ലക്ഷം രൂപ പറ്റിച്ചു. സുഹൃത്തിന്റെ 45 ലക്ഷവും തട്ടിയെടുത്തു. BJPയെ സാമ്പത്തിക നേട്ടത്തിനായി റോബിൻ ഉപയോഗിക്കുന്നുവെന്നും പരാതി. പണം വാങ്ങിയതിന് തെളിവായി വീഡിയോകളും പുറത്ത്. മെസ്സി വിവാദത്തിൽ അടിമുടി ദുരൂഹതയെന്ന് കായിക മന്ത്രി. മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ നീക്കങ്ങൾ സംശയകരം. സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചില കാര്യങ്ങൾ മാത്രമേ തനിക്കറിയുള്ളൂ എന്ന് മുൻ മുഖ്യമന്ത്രി. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. മുൻ സർക്കാരിന് വ്യക്തത ഉണ്ടായിരുന്നെന്ന് സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD. പിതൃക്കൾക്ക് ബലിയിട്ട് ആയിരങ്ങൾ. കർക്കിടക വാവു ബലിക്ക് ക്ഷേത്രങ്ങളിലേക്കും സ്ഥാനഘട്ടങ്ങളിലേക്കും വിശ്വാസി പ്രവാഹം. തർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത് പുലർച്ചെ 2:30-ഓടെ. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും വനപാലകർക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. ആന ഓടിച്ചത് രാവിലെ 6 മണിയോടെ. കലിപൂണ്ട ആനയ്ക്ക് മുന്നിൽപ്പെട്ടത് ബീറ്റ് ഓഫീസർ സച്ചിനും വാച്ചർമാരായ രാജനും മണികണ്ഠനും. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. നിയന്ത്രണം പ്ലാന്റുകളിലെ വാൽവുകളുടെ അറ്റകുറ്റപ്പണി കാരണം. പേരൂർക്കട ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം പുനഃസ്ഥാപിക്കുക മറ്റന്നാൾ ഉച്ചയ്ക്ക്.
വിശാല കൊച്ചി വികസന അതോറിറ്റി തലപ്പത്തേക്ക് പോര്. കെ ബാബുവും ഡൊമിനിക് പ്രസന്റേഷനും പ്രഥമ പരിഗണനയിൽ. കെ പി മുഹമ്മദ് കുട്ടിയും ജോഷി പള്ളനും മത്സര രംഗത്ത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സ് കെ ബാബുവിന് അനുകൂലം. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. മണ്ഡലങ്ങളുടെ എണ്ണം 543 നിലനിർത്തണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കണം. സ്ത്രീ സംവരണം ഇളവല്ല, സാമൂഹ്യ നീതിയാണെന്നും വിജയ്. വിശദമായി പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 17ാം ദിവസവും നടപടിക്രമങ്ങൾ തടസ്സപ്പെടുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെ ഇരുസഭകളും 2 മണിവരെ ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. आज उनका सामर्थ्य के कारण भारत का नाम दुनिया में भारत का नाम हो रहा है. Yes, John Betta ji. Thank you, sir. Sir, it is with a heavy heart I raise this matter. അയോധ്യ സംഭാവനക്കൊള്ള ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ മനീഷ് തിവാരിയും മാണിക്യം ടാഗോറും പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അയോധ്യ സംഭാവനക്കൊള്ളയ്ക്ക് പുറമെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് തയ്യാറെന്നതാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എടുത്തിരിക്കുന്ന നിലപാട്. ഇതാ വിവാദങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രതിപക്ഷ ആഭ്യന്തരമന്ത്രി നിലപാടെടുത്തിരിക്കുകയാണ്. ഇന്ന് ചർച്ച ആരംഭിച്ചാൽ നാളെ താൻ മറുപടി പറയും. ചർച്ചയ്ക്ക് പൂർണ്ണ സന്നദ്ധമാണെന്നാണ് അമിത്ഷായുടെ പ്രതികരണം. आज 3 बजे तक स्पीकर साहब को वो पत्र दे दे. 3 बजे से लेकर कल 3 बजे तक सभी प्रकार की चर्चा के लिए हम तैयार हैं. मैं सदन में ही बैठूंगा, सबको सुनूंगा और सब चीजों का जवाब दूंगा. सरकार के पास छुपाने के लिए कुछ नहीं है. वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए. भारतीय जनता पार्टी की मोदी जी के नेतृत्व में सरकार, एनडीए की मोदी जी के नेतृत्व में सरकार हर चीज पर चर्चा के लिए तैयार है. संसद वो चलने दे बस. आज मैं चैनलों के माध्यम से इन विपक्ष को कहना चाहता हूं कि आप एक पत्र 2 बजे तक लिख कर दे दीजिए स्पीकर साहब को. 3 बजे से चर्चा चालू कर देंगे और कल 3 बजे मैं जवाब दे दूंगा सारी चीजों का. संसद में चर्चा करने के नियम बने हैं, तरीके बने हैं. अब मुझे कोई कहता है कि आप एक स्टेटमेंट दे दो. इतने गंभीर मसले पर इस तरह से चर्चा नहीं हो सकती है. അമിത്ഷായുടെ ഈ പ്രസ്താവന പക്ഷേ പ്രതിപക്ഷം തള്ളുകയാണ്. കാരണം ആദ്യം ഇത്തരം ലെക്ചർ എടുക്കുകയല്ല വേണ്ടത്, മറിച്ച് വെടിവെക്കാൻ നിർദ്ദേശിച്ച അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതാണ്. ആരാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ നിർദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. We are not interested in listening to Mr. Amit Shah's imagination. We are not interested in him giving us a lecture or a discussion. We are interested in one simple thing. And when I say we, I mean the younger generation of this country. Who shot those students? Who gave the order to shoot those students? Who blinded one of the students? Who shot one of the students in the ear? Who gave the order to beat the students with lathis, with nails? Who gave that order? That order was implemented by the Home Ministry. Delhi Police and RAC are both Home Ministry systems. Did Mr. Amit Shah give this order to shoot our children? Or did he not? If he did, he should resign because he is culpable. കിരൺ ബാബു ചേരുന്നു. കിരൺ, സഭ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി പറയുകയാണ്. അതേസമയം ഇനി ചർച്ചയല്ല വേണ്ട, മറിച്ചത് ഇതിൽ ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുമ്പോൾ വിഷയം ഒന്നുകൂടി കലുഷിതമാവുകയല്ലേ? നാളത്തെ ദിവസം സഭയിൽ എന്ത് സംഭവിക്കും?
സജിത്തെ, മൺസൂൺ സെഷൻ തുടങ്ങി ഈ 17 ദിവസവും പ്രതിപക്ഷം ഒരേ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ, പോലീസ് വെടിവെപ്പിലടക്കം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, അയോധ്യയിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും ഉന്നയിച്ച് പാർലമെന്റ് എല്ലാ ദിവസവും നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം പാർലമെന്റ് പുറത്തും പാർലമെന്റിനകത്തും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ചോദ്യോത്തരവേളയിലേക്കും സീറോ ഓവറിലേക്കും ഒന്നും കടക്കാൻ കഴിയാതെ സഭ എല്ലാ ദിവസവും നിർത്തിവെക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തിയിരുന്നില്ല. അമിത്ഷാ എവിടെ, മറുപടി നൽകണം, അമിത്ഷാ ഒളിച്ചോടുന്നു, ഭീരുവാണെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും ഫ്ലെക്സും ബാനറും ഒക്കെ ഉയർത്തി പലതവണ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അമിത്ഷാ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് ഒരു ദിവസം പോലും തയ്യാറായില്ല. ഇന്നാണ് രാവിലെ 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കുമ്പോൾ രാജ്യസഭ അല്പനേരം ചേർന്നു. ലോക്സഭ അതുപോലെ തുടക്കത്തിൽ തന്നെ പിരിഞ്ഞു, 2 മണിവരെ പിരിഞ്ഞു. പുറത്ത് മാധ്യമങ്ങളെ കണ്ട, വാർത്താ ഏജൻസികളെ കണ്ട അമിത്ഷായാണ് പറഞ്ഞത് താൻ ഏത് വിഷയത്തിലും മറുപടി പറയാൻ തയ്യാറാണ്. ഇന്ന് 3 മണിക്ക് ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ മറുപടി പറയാൻ തയ്യാറാണ്. പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകാതെ പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുവരുന്ന അമിത്ഷായുടെ പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, അമിത്ഷായുടെ ലെക്ചർ കേൾക്കാനോ അല്ലെങ്കിൽ സാരോപദേശം കേൾക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് ആരാണ്? വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണം. അതിൽ അമിത്ഷായ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും, രാജിവെക്കണം. ഇനി അമിത്ഷാ അല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഡൽഹി പോലീസിന്റെ പൂർണ്ണമായി ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന മറ്റാരെങ്കിലും ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയെങ്കിലും, വിദ്യാർത്ഥികളെ ആണിവെച്ച ലാത്തി ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അമിത്ഷായ്ക്കുണ്ട്. അവിടെ അമിത്ഷാ മറുപടി പറയണം. ഇതാണ് ഇവരുടെ മറുപടി. നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി ലോക്സഭയ്ക്ക് ഇരുസഭകളും ചേരാൻ മുന്നിലുള്ളത്. ഈ നാളത്തെ ദിവസവും ഈ അമിത്ഷാ സഭയിൽ വരികയും ഈ വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും സർക്കാരും വളരെ ജാഗ്രതയിൽ കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷവും നിലപാട് ഒന്നുകൂടി മാറ്റി കടുപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസവും നിർണായകമാണ്. രാജ്യസഭയിൽ സംസാരിക്കുന്നതിനിടെ BJP MP സുഷ്മിതാ ദേവ് തന്നെ ലുങ്കിവാല എന്ന് ആക്ഷേപിച്ചതിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി ജോൺ ബ്രിട്ടാസ് MP. ഇതേച്ചൊല്ലി രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം ശക്തമായതിനെ തുടർന്ന് ഇരുവരും ചേംബറിലെത്തി അവരവരുടെ വാദം അവതരിപ്പിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആദായനികുതി ഭേദഗതി ഓർഡിനൻസിനെതിരായ പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെയാണ് ബ്രിട്ടാസിന് പിന്നിലെത്തിയ സുഷ്മിതാ ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചത്. ഇതൊരു ദേശത്തിന്റെ വേഷധാരണത്തിനെതിരായ അധിക്ഷേപ പരാമർശമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. Sir, please take your seat. I'm coming back, please. I'm coming back. Sir, the verbal duel is okay. We fight each other. But she repeatedly called me lungi wala. Every honorable member is equal. We are all equal Indians. Please take your seat. This bill. After hearing it, if you have any objection, you can raise it afterwards. No, you please take your seat. Let the minister answer to it. Then you can have. Yes, sir. If there is anything which is objectionable or which is unbecoming of the character of the nation or the dignity of the house, I would like to request Honorable Chairman to call the member to your chamber and listen what happened, because I have not witness to whatever Honorable Member John. Nobody is witness. കേന്ദ്ര സർക്കാരിന്റെ ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് തമിഴ്നാട് നിയമസഭയിൽ അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിലനിർത്തണമെന്നാണ് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീകൾക്കുള്ള 33% സംവരണം നടപ്പിലാക്കണമെന്നും നിയമസഭയിൽ വിജയ് ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് ഒരു ഇളവല്ല, അത് സാമൂഹ്യ നീതിയുടെ കാര്യമാണെന്നും വിജയ് നിയമസഭയിൽ പറഞ്ഞു. நாடாளுமன்ற மக்களவையின் மொத்த உறுப்பினர்களின் எண்ணிக்கையை 543 என்ற நிலையிலேயே நிரந்தரமாக்க வேண்டும். 2, தற்போதுள்ள மக்களவை உறுப்பினர்களின் இடங்களின் எண்ணிக்கையை மாநிலங்களுக்கிடையே, அதாவது விகிதாச்சார பிரதிநிதித்துவம் தற்போதுள்ள அளவிலேயே நிரந்தரமாக்க வேண்டும். 3, வரவிருக்கும் மக்களவை பொது தேர்தலிலும் அதன் பிறகு சட்டமன்ற பொது தேர்தல்களிலும் 1/3 தொகுதி ஒதுக்கீட்டு பலனை பெண்கள்
பெறுவதை உறுதி செய்ய வேண்டும் என ஒன்றிய அரசை தமிழ்நாடு சட்டமன்ற பேரவை ஒருமனதாக வலியுறுத்துகிறது. സർക്കാരിൻ്റെ ഈ നീക്കത്തെ തമിഴ്നാട്ടിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുകയാണ്, ഒരേപോലെ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്തത്. DMKയും AIDMKയും ഇത് അനുകൂലിച്ചു. DMK ദീർഘകാലമായി സ്വീകരിച്ചു വരുന്ന നിലപാടാണ് ഇതെന്നാണ് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രചരണത്തിനും സാമ്പത്തിക തിരിമറികൾക്കും പിന്നിൽ മുൻ കായിക മന്ത്രിയുടെ നീക്കങ്ങൾ അടിമുടി ദുരൂഹമെന്നാണ് OJ ജനീഷ്, ഇപ്പോഴത്തെ കായിക മന്ത്രിയുടെ ആക്ഷേപം. പൊതുപണം നഷ്ടമായോ എന്നത് മാത്രമല്ല വിഷയമെന്നും മന്ത്രി പറയുന്നു, മറിച്ച് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനമെന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവൻ്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ, ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ ഉൾപ്പെടെ ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന ആക്ഷേപം മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലപാടെടുക്കുകയാണ്. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഔദ്യോഗികമായി തനിക്ക് കത്തൊന്നും കിട്ടിയിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമേ ഇക്കാര്യത്തിൽ തനിക്ക് അറിയൂ എന്നതാണ് പിണറായി വിജയൻ വിശദീകരിച്ചത്. ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ ടീം അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹിമാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. ഒരു കരാർ പോലുമില്ലാതെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പണമിടപാടുകൾ തെറ്റായി നടത്തി എന്നതാണ് സ്പോൺസർക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം. ഇതിൽ മന്ത്രിയുടെ നീക്കങ്ങളടക്കം ഏറെ ദുരൂഹമെന്ന കണ്ടെത്തൽ കൂടി സർക്കാർ ഇപ്പോൾ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുണ്ട്. പക്ഷേ ഈ ആക്ഷേപങ്ങളൊക്കെ സ്പോൺസർ കൂടിയായിരുന്ന വ്യക്തി തള്ളുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിന് ഇതിൽ വ്യക്തത ഉണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടർ TV ഉടമയും സ്പോൺസറുമായിരുന്ന ആൻഡ്രൂ അഗസ്റ്റിന്റെ പ്രതികരണം. ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ പറയുന്നത് ശരിയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റിനെ അറിയാം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ വരുന്ന ഡേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാ രേഖകളും സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. കാരണം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ജെന്യുവൻ റിപ്പോർട്ടാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള രേഖകൾ ഒന്നും പരിശോധിക്കാതെയാണ്, ഒരു രേഖയില്ല എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനുമെന്ന് സംശയിച്ച് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഈ തരത്തിലുള്ള ഉള്ളടക്കം കൂടിയാണുള്ളത്. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്തൽ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നുവെന്നും കണ്ടെത്തലുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുള്ളൂ എന്ന പരിശോധന വേണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കബളിപ്പിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സാമ്പത്തിക ബാധ്യതയും വിദേശ നാണയ വിനിമയ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും ഗൗരവമായ പരിശോധന നടന്നില്ലെന്നാണ് ധനവകുപ്പിനെതിരെയുള്ള കുറ്റപ്പെടുത്തൽ.
ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീൻ ടീം കേരളത്തിൽ ഫുട്ബോൾ കളിക്കുമെന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുകളാണ് കായിക സെക്രട്ടറി റിപ്പോർട്ടിലുള്ളത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ കബളിപ്പിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. താല്പര്യപത്രം ക്ഷണിക്കലും പരസ്യത്തിന്റെ നടപടികളും സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയവും ഇല്ലാതെയാണ് ഈ ഒരു കമ്പനിക്ക് മാത്രമായി കരാർ നൽകിയത്. ഒരു സ്വകാര്യ കമ്പനിയെ മാത്രം തിരഞ്ഞെടുത്തുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ സർക്കാർ ഉത്തരവുകളും ഫയലിലില്ല എന്ന് കായിക സെക്രട്ടറി വിശദീകരിക്കുന്നു. പൊതുമേഖല ഏത് സംഭരണ വാണിജ്യ നടപടികളും പൂർണ്ണമായും മത്സരാധിഷ്ഠിതമായിരിക്കണമെന്ന മാനദണ്ഡങ്ങൾ നിബന്ധനകൾ പൂർണ്ണമായും ഇവിടെ ലംഘിക്കപ്പെട്ടു. സർക്കാരിനെ വിരട്ടി ഈ കമ്പനി RBC എന്ന കമ്പനി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ കാര്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നു എന്ന വിമർശനവും ഇതിൻ്റെ അകത്തുണ്ട്. പല കാര്യങ്ങളിലും സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാര്യമായ ഉത്തരവുകളോ കാര്യമായ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചതായോ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു സ്വകാര്യ വാണിജ്യ സ്പോൺസർ അവരും വിദേശ ഫുട്ബോൾ അസോസിയേഷൻ തമ്മിലുള്ള ഉഭയകക്ഷി കരാറിലെ വ്യവസ്ഥകൾ ഗവൺമെൻറ് അതിൽ ഇടപെടുമ്പോൾ കൃത്യമായി ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരം ഒരു ഉത്തരവും ഇതിൽ ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. 24/10/2024 ഉത്തരവ് പ്രകാരം RBC എന്ന സ്വകാര്യ കമ്പനിക്ക് സ്പോൺസർ നിലയിലേക്ക് മാച്ച് സംഘടിപ്പിക്കാൻ അനുമതിയാണ് നൽകിയത്. എന്നാൽ 7/1/2025 സർക്കാർ ഉത്തരവിലൂടെ RCB എന്ന സ്വകാര്യ കമ്പനിക്ക് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയതായി രേഖകൾ മാറ്റി എഴുതിയെന്നും കണ്ടെത്തലുണ്ട്. മാത്രമല്ല ഇത് പൂർണ്ണമായും കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള നീക്കങ്ങളാണോ എന്ന സംശയവും ഈ റിപ്പോർട്ടിൽ സ്പെഷ്യൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷ്യം വിദേശ നാണയം ഇന്ത്യക്ക് പുറത്തെ കടത്തലാണ് പ്രധാന ലക്ഷ്യമെന്നാണ് സംശയിക്കുന്നത്. മാത്രമല്ല കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വിദേശ നാണ്യ വിനിമയം ഒക്കെ വരുന്ന വിഷയത്തിൽ ധനവകുപ്പ് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ പല തീരുമാനങ്ങളും ഈ കമ്പനിക്ക് അനുകൂലമായി എടുത്തു നൽകി. അതൊരു ധനവകുപ്പും ഇതിൽ പ്രതിക്കൂട്ടിലാണെന്ന കുറ്റപ്പെടുത്തലും ഈ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പദവിയും പൊതു സ്റ്റേഡിയവും സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണ സൗകര്യങ്ങളും പൂർണ്ണമായി ഉപയോഗിച്ച് അതിലൂടെയുള്ള സാമ്പത്തിക ലാഭം കമ്പനിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ കിട്ടേണ്ടത് കമ്പനിക്ക് മാത്രമാണ്. അതൊക്കെ കൃത്യമായ അറിവുണ്ടായിട്ടും ധനവകുപ്പും ഇതിനെ എതിർത്തില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ കായിക സെക്രട്ടറി പറയുന്നത്. കൂടുതൽ ശക്തമായ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ തന്നെ ഐ ടിയും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണെന്ന ശുപാർശകൾ ഇതിലുണ്ട്. ഏതായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സർക്കാർ ഇതിലെങ്ങനെയാണ് തുടർ നടപടി സ്വീകരിക്കുന്നതാണ് അറിയേണ്ടത്. ആരോപണങ്ങൾ പൂർണ്ണമായും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തള്ളുകയാണ്, അതിൻ്റെ ഉടമകൾ തള്ളുകയാണ്. സർക്കാർ കേന്ദ്രങ്ങളും ഇത്തരത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ വിശദീകരിക്കുമ്പോൾ എന്ത് തുറന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രി മുന്നിലാണ് റിപ്പോർട്ട് ഇപ്പോൾ ഉള്ളത്, എന്ത് തുറന്ന നടപടിക്കാണ് സർക്കാർ തയ്യാറെടുക്കുന്നതാണ് ഇനി അറിയേണ്ടത്. KB ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നുമായിരുന്നു പ്രതികരണം. എതിരാളികളെ കടന്നാക്രമിക്കുന്ന പതിവ് ശൈലി ഒഴിവാക്കി ഗണേഷിന്റെ ആരോപണങ്ങളിൽ മയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുകുമാരൻ നായരുടെ മറുപടികൾ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ. ഇപ്പോൾ കുറേ കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇല്ല. അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മന്നം സമാധി എല്ലാവർക്കുമായി തുറക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കത്ത് നിന്നും പെരുന്നയിലേക്ക് മാർച്ച് നടത്തുമെന്ന ഗണേശിന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം ഇതായിരുന്നു. വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചന പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്.
അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എൻ്റെ കടമയാണ്. ഗണേഷ് കുമാറിന്റെ നീക്കവും NSSന്റെ മറുപടിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് നോക്കാം. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഗണേഷ് കുമാറിന് നേരിട്ട് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുകുമാരൻ നായർ ഗണേശിന്റെ നിലപാടുകളെ പരിപൂർണമായും തള്ളി രംഗത്തെത്തിയത് എന്നുള്ളതാണ്. ഗണേശ് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് സുകുമാരൻ നായർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഗണേശിന്റെ ഇപ്പോഴത്തെ സ്ഥാനവും മാനവും എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഗണേഷ് കുമാർ പിതാവിനെതിരെ പോലും പറഞ്ഞ ആളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് പഴയ ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാർ വിവാദങ്ങളെ ഫലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തത്. എന്തായാലും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ചേർത്തലയിലെ മണലെടുപ്പ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല. പക്ഷേ അനധികൃത നിയമനം നടത്തി എന്ന വാദം തള്ളിക്കളയുന്നു. ഫലത്തിൽ ജി സുകുമാരൻ നായരെ സംബന്ധിച്ച് താൻ അങ്ങനെ ഒരിക്കലെങ്കിലും എന്തെങ്കിലും നിലപാട് മാറി പറയേണ്ടി വന്നിട്ടുണ്ടോ? എടുത്ത നിലപാടുകളെല്ലാം ഐകകണ്ഠേന ഡയറക്ടർ ബോർഡിലെടുത്ത തീരുമാനമാണ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ഗണേശിന് മറുപടി പറയുന്നില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഓരോ ആരോപണങ്ങൾക്കുമുള്ള ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നുമാണ് ഈ ഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ നിർണായക തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു. അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഫോൺ ലഭിച്ചത്. ഇതൊരു ഐഫോൺ ആണ്. ഈ ഫോണിൽ ഉപയോഗിച്ചാണ് ഈ അർജുൻ ആയങ്കി ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഭീഷണി സന്ദേശങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് ഈ ഫോൺ. അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെയാണ് അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ആ കസ്റ്റഡി ലഭിച്ചതിന് ശേഷമുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ തുടരുന്നത്. 6 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ വളരെ നിർണായകമായ ഈ കേസിലെ ഫോൺ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം അർജുൻ ആയങ്കിയെ സഹായിച്ച ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും താൻ തന്നെയാണ് പോസ്റ്റ് ഇട്ടത് എന്ന് അർജുൻ ആയങ്കി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുള്ളത്. ഈ ഫോൺ സിം കാർഡ് ഉപയോഗിച്ചായിരുന്നില്ല ഇയാൾ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വൈഫൈ ഉപയോഗിച്ചായിരുന്നു ഇത്തരം ഓരോ പോസ്റ്റുകളും ഈ അർജുൻ ആയങ്കി ഇട്ടിരുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ ലഭിച്ചിരുന്നു. പക്ഷേ ആ ഫോൺ ഉപയോഗിച്ചായിരുന്നില്ല ഇയാൾ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഫോണാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഐഫോണാണിത്. അതോടൊപ്പം ഇയാളെ ഒളിവിൽ പോയാൻ സഹായിച്ച ആളുകളെക്കുറിച്ചും ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നുള്ള നടപടികളും ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇതിൽ വളപട്ടണം SHOന്റെ റിപ്പോർട്ട്, അതായത് ഹിസ്റ്ററി, ഇയാളുടെ ക്രിമിനൽ ഹിസ്റ്ററി, അത് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി അത് ജില്ലാ കലക്ടർക്ക് കൈമാറും. ജില്ലാ കലക്ടറാണ് ഇതിലൊരു തീരുമാനമെടുക്കുക. അതോടൊപ്പം കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാളുടെ കസ്റ്റഡി ആവശ്യമുണ്ട്. ഏതായാലും ആ കേസിലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. വെള്ളിയാഴ്ച 11:30 വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ അർജുൻ ആയങ്കി വിട്ടിട്ടുള്ളത്. അതിനുശേഷം കോതമംഗലം കേസിൽ ഇയാളെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകും. അങ്ങനെ കാപ്പ ചുമത്തുന്നതുവരെ പരമാവധി ഇത്തരത്തിൽ കസ്റ്റഡി വാങ്ങുകയും ഇയാൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അഴീക്കോട്ടെ ഇയാളുടെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പും പെൻഡ്രൈവും പിടികൂടിയത്. അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ നിന്നും നിർണായക തെളിവുകൾ പോലീസിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള കൃത്യമായ ഒരു ശാസ്ത്രീയമായ തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ മറ്റ് സ്ഥലങ്ങളിലും ഇയാളെ കൊണ്ടുപോകും. അത്തരം സ്ഥലങ്ങളിലും ആ സഹായിച്ച ആളുകളെയും ചോദിച്ചറിയും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്ക് മറ്റ് ആരാണ് ഈ ഒരു സൈബർ ഇടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ സഹായം ചെയ്തു കൊടുത്തത്, അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തും. എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുക, അതോടൊപ്പം ഇയാൾക്ക് എതിരെ കാപ്പ ചുമത്തുക, അതാണ് പോലീസിന്റെ നീക്കം. ഇത്തരം നടപടികളുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വരും ദിവസവും അർജുൻ ആയങ്കിയുടെ തെളിവെടുപ്പ് തുടരും, ചോദ്യം ചെയ്യൽ തുടരും. ഇതിൽ കൃത്യമായ ഒരു തെളിവ് കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായി മറ്റൊരു താരമായ ലക്ഷ്മി 8 ലക്ഷം രൂപ തട്ടിയെടുത്തു. സുഹൃത്ത് അഭിൽ ദേവിന്റെ കയ്യിൽ നിന്നും 45 ലക്ഷം രൂപയും തട്ടിയെടുത്തു. പണം വാങ്ങിയ ഉറപ്പിനായി സെൽഫി വീഡിയോകൾ റെക്കോർഡ് ചെയ്തു നൽകി.
ബി ജെ പിയെ സാമ്പത്തിക ലാഭത്തിനായി റോബിൻ ഉപയോഗിക്കുന്നുവെന്നും ലക്ഷ്മി ആരോപിക്കുന്നു. റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആൾ പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൾ അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൽ എൻ്റെ പേരിൻ്റെ കൂടെ അബിലിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അബിലിൻ്റെ അടുത്തൂടെ പറയുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽബ്രയാണ്. ഇന്ന് മെയ് 18. അതേസമയം റോബിൻ പണം വാങ്ങിയതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോകളിലൂടെ പുറത്തു വരുന്നത്. റോബിൻ തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ചത്. ആ ദൃശ്യങ്ങൾ കൂടി. അപ്പോൾ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനുവേണ്ടി ഒരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിൽ വീഴ്ച സംഭവിച്ചെന്ന വിമർശനത്തിന് മറുപടിയുമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയാണ് ഈ പ്രതികരണം ന്യൂസ് 18നോട് നടത്തിയത്. നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് ഇതിനോടകം തിരച്ചിൽ നടത്തിയത് 300 മണിക്കൂറിലേറെ സമയമാണ്. മുതലപ്പൊഴിയിലെ ഷിജിന്റെ കുടുംബത്തിനും വിഴിഞ്ഞത്തെ ജോണിന്റെ കുടുംബത്തിനും പരമാവധി നഷ്ടപരിഹാര തുക നൽകുമെന്നും അനുകുമാരി IAS ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 13 ദിവസം പിന്നിടുകയാണ്. ഊർജിതമായ തിരച്ചിലാണ് നേവിയുടെയും ഒപ്പം സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെയുമൊക്കെ നേതൃത്വത്തിൽ തമിഴ്നാട് അതിർത്തി വരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നത് വിശദീകരിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി എന്നോടൊപ്പം ചേരുന്നു. മാഡം, ഹൗ ഈസ് ദ സെർച്ച് ഓപ്പറേഷൻസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ? ഓക്കെ, ഇതുവരെ നമുക്ക് ഏകദേശം 12 ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് നടത്തിയിട്ട് അതിന് തൊട്ട് ശേഷം തന്നെ നമുക്ക് രാത്രി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വിരിഞ്ഞമിനെ സംബന്ധിച്ചോളാം. സോ കേദാർനാഥ് എന്നൊരു ബോട്ട് രാത്രി 11 o'clock തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാത്രി 11 o'clock മുതൽ മോർണിംഗ് 4 o'clock വരെ ആ ബോട്ടാണ് സെർച്ച് നടത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട അവിടുത്തെ MLA സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, സിറ്റുവേഷനിൻ്റെ അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് തുടരുള്ള നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതലപുരിയിൽ കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന് തൊട്ട് ശേഷം തന്നെ നമ്മൾ ആവശ്യമുള്ള മനുഷ്യസാധ്യമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ കൃത്യമായിട്ട് കണക്കത്തോടെ പറയാം. നമുക്ക് ഇതുവരെ ടിൽ യെസ്റ്റർഡേ ചെയ്ത റിപ്പോർട്ടാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽ നമ്മൾ പറയുമെങ്കിൽ 158 hours ഉള്ള സെർച്ച് അവർ നടത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുള്ള വെസൽ. അതുപോലെ തന്നെ റെസ്ക്യൂ ബോട്ട് മുഖേന നമ്മൾ 320 hours ഉള്ള സെർച്ചാണ് നടത്തിയിട്ടുള്ളത്. മറീൻ ആംബുലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 78 hours ഉള്ള സെർച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇന്നലെ വരെ. കൂടാതെ ഏരിയൽ സെർച്ച് നമ്മൾ നേവി അടുത്ത് സംസാരിച്ചിട്ട് എയർ റെക്കി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേവി പൂർണ്ണമായിട്ട് സഹായിച്ചു. 10 മണിക്കൂറിന് കൂടുതലുള്ള ഏരിയൽ റെക്കിയാണ് ഇന്നലെ വരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും റൈറ്റ് നൗ ടുഡേ ഓൾസോ ദ ഏരിയൽ സെർച്ച് ഈസ് ഗോയിങ് ഓൺ. ഇനി എങ്ങനെയായിരിക്കും, അതായത് മേഡം തന്നെ പറഞ്ഞു മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവരെ ജീവനോടെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ തീർച്ചയായും ഇനിയും നമുക്ക് പറ്റുന്ന നമ്മൾ തിരച്ചിൽ തുടരൂ. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ ഇന്നെയും നമുക്ക് സ്കൂബ ഡൈവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയും മുദ്ലാപുരിയിൽ ഒരു ദിവസം മുമ്പെയും വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാനും ബഹുമാനപ്പെട്ട CP ജോൺ മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസ് MLA മാഡം കൂടി മുദ്ലാപുരിയുള്ള ഫാമിലി അടുത്ത് ഞാൻ ഉൾപ്പെടെ പോയി സംസാരിച്ചിട്ടുണ്ട്. ശരിക്ക് ഇറ്റ് ഈസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. ദ വൈഫ് ഈസ് ഓൾസോ വെരി യങ് ആൻഡ് there are issues which we need to address for the family. ഗവൺമെൻറ്റിൻ്റെ ഭാഗമുള്ള അഡ്മിനിസ്ട്രേഷനിൻ്റെ ഭാഗമുള്ള എല്ലാ സപ്പോർട്ട് നമ്മൾ അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ സംബന്ധിച്ചുള്ള നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് മാഡം. ഈ ഷിജിൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള കുട്ടിയടക്കം ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. സോ കുട്ടീനെ സംബന്ധിച്ചുള്ള കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവരടുത്ത് കുട്ടീനെ മെഡിക്കൽ regarding the medical support for the child, full support would be given from the government side എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഷോർട്ട്ലി ഡൺ. കൂടാതെ whatever maximum possible നമ്മുടെ കോമ്പൻസേഷനുള്ള കാര്യം ആൻഡ് അവരുടെ ഒരു ഡിമാൻഡ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഇത് 7 years ഉള്ള ലിമിറ്റ് എക്സംപ്റ്റ് ചെയ്യണം. അത് കൂടി ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായമായിരിക്കും ആ കുടുംബത്തിന് നൽകാൻ ഇതിനോടകം തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ സാധാരണഗതി പ്രകാരം നമുക്ക് നമ്മുടെ ഫിഷറീസ് വെൽഫെയർ ബോർഡിൽ രജിസ്റ്റേർഡ് ഉള്ളവർക്ക് 10 ലക്ഷമുള്ള സഹായമാണ് എപ്പോഴും പോകുന്നത്. That is through the insurance that would be there. Other than that also government is considering giving additional support. എന്തായാലും ഇത്തരത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഇരകളായ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടായിരിക്കുന്നത്. എന്തായാലും 13ാം ദിവസത്തിലേക്ക് തിരച്ചിൽ കടക്കുമ്പോഴും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള നീക്കം വിവിധ സേനാ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും പുരോഗമിക്കുകയാണ്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മത്സ്യത്തൊഴിലാളികളുടെ മരണങ്ങൾ വെച്ച് കഴിഞ്ഞ സർക്കാരിനെ താരതമ്യം ചെയ്യുന്നത് ഹൃദയശൂന്യമായ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് കടലിൽ പോയി മരിച്ചവരുടെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യം പ്രസംഗിക്കുകയും ചെയ്തു. ഇതിലാണ് പിണറായി വിജയന്റെ വിമർശനം. ദുരന്തങ്ങളിലെ മരണനിരക്കുകളോ കാണാതെ പോയവരുടെ എണ്ണമോ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം. ആ വീഴ്ചകൾ മറച്ചു വെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. അത് സാധാരണ രീതിയല്ല. അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായ നിലപാടാണത്. അത്തരമൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. UDF സർക്കാരിന്റെ പ്രതികാര നടപടി കാരണം ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അസംതൃപ്തി രൂപപ്പെടുന്നു എന്ന് പിണറായി വിജയൻ പറയുകയാണ്. സിവിൽ സർവീസിനെ ഭരണകൂട ഭീകരതയുടെ കുരുതിക്കളമാക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ജീവനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ജീവൻ പൊലിയുന്ന സംഭവങ്ങളും ഉണ്ടാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ട്രാൻസ്ഫറുകൾ പൊതു മാനദണ്ഡം അനുസരിച്ചാണ്. ഇനിയും ട്രാൻസ്ഫർ നടത്തും എന്ന് മാനദണ്ഡ വിരുദ്ധമായി ട്രാൻസ്ഫറുകൾ നടത്തുന്നൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥ വന്നാൽ പിന്നെ എവിടെയാ എത്തുക കാര്യങ്ങൾ? ഇത് ഭരണരംഗത്തെ തീർത്തും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ജീവനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കാത്ത ക്രമവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. സിവിൽ സർവീസിനെ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഭരണകൂട ഭീകരതയുടെ കുരുതിക്കളമാക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. TG മോഹൻദാസിന്റെ അറസ്റ്റ് പ്രഹസനമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജാമ്യം ലഭിക്കുന്നതിന് വല്ലാത്ത ഒത്തുകളി നടന്നു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ തൂഫാൻ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തു. ഇതു സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ നീക്കം ചെയ്യുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടേത് സർക്കാർ സ്പോൺസേഡ് മരണമാണെന്ന് മുഹമ്മദ് റിയാസ് MLA. രാഷ്ട്രീയ വിരോധങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയത്.
മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ ഉറപ്പിലാണ് സ്ഥലം മാറ്റിയത്. സർക്കാർ വൈരാഗ്യ ബുദ്ധി കാണിക്കുകയാണ്. കാസർഗോഡ് കാലിക്കടവിൽ MDMA പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട്. ഓപ്പറേഷൻ തൂഫാനിൽ കോൺഗ്രസുകാരായ പ്രതികൾക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവുമെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു. GCDA ചെയർമാൻ സ്ഥാനത്തേക്ക് പോരുമുറുകുകയാണ്. മുൻ മന്ത്രിയായ കെ ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരാണ് പ്രാഥമിക പരിഗണനയിലുള്ളത്. കോൺഗ്രസ് നേതാക്കളായ KP മുഹമ്മദ് കുട്ടി, ജോഷി പള്ളൻ എന്നിവരും മത്സരരംഗത്തുണ്ട്. കോൺഗ്രസ് നേതൃത്വം കെ ബാബുവിന് അനുകൂലമെന്നാണ് സൂചന. ഡാനിപ്പോൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന GCDA ചെയർമാൻ സ്ഥാനത്ത് ചൊല്ലിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു തർക്കം രൂപപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മുതിർന്ന നേതാക്കൾ തന്നെ ഇതിലേക്ക് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരരംഗത്തേക്ക് വരുന്നു എന്നതാണ്. അതായത് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു മത്സരത്തിലേക്ക് എല്ലാവരും ഉള്ളതാണ്. ഇതിൽ കെ ബാബുവിൻ്റെ പേരാണ് പ്രധാനമായും തന്നെ ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം സുദീർഘമായ ഒരു കാലയളവ് തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തതാണ്. മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, ഒഴിവാകുകയാണ് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ മത്സരരംഗത്ത് നിന്ന് മാറുന്നു. പകരം ഡെപ്യൂട്ടി മേയറായിരുന്ന ദീപക് ജോയ് അവിടെ മത്സരിക്കാനെത്തുകയും ദീപക് ജോയ് വിജയിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ ഇത് ഉണ്ടായിരുന്നത് ഒരു നീക്കുപോക്ക് ധാരണയുടെ ഭാഗമായിട്ടാണെന്നും അദ്ദേഹം നേരത്തെ തന്നെയും GCDA ചെയർമാൻ സ്ഥാനമടക്കം അത് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള അടക്കം പറച്ചിലുകൾ കോൺഗ്രസിൽ സജീവമാകുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം GCDA ചെയർമാനായിട്ട് പരിഗണിക്കുന്ന പേരുകളിൽ ആദ്യ സ്ഥാനത്തേക്ക് വന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം GCDA ചെയർമാൻ ആകും എന്ന ഒരു സൂചനകൾ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെയാണ് മുൻ മന്ത്രിയും MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ്റെ പേരും ശക്തമാണ്. ഒപ്പം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുട്ടി, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹിയായിരുന്ന ജോഷി പള്ളൻ എന്നിവരുടെ പേരും പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഇതിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇതിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻ മന്ത്രിമാരെ MLA എല്ലാം പരിഗണിക്കുന്നത് അത് ഇപ്പോഴുള്ള വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അവർക്കെല്ലാം തന്നെ ഇതിൽ അവമതിപ്പുണ്ടാക്കും. അവർക്ക് വേണ്ടി ഒരു അവസരം നൽകണമെന്നതെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ സിജോ ജോസഫ് തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെയുള്ളവർ മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ ഉയർന്ന ശമ്പളത്തിലെല്ലാം ജോലി ചെയ്ത് വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നവരെ പോലും ഇതിലേക്ക് നോമിനികളാക്കി കൊണ്ടുവരരുത്. സാധാരണക്കാരായ പ്രവർത്തകരെ അവഹേളിക്കുന്നതിന്, അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം നടപടികളെന്നെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർത്തും സാധാരണക്കാരായ പ്രവർത്തകരെ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ അതിൽ പോലും പരിഗണിക്കാതിരുന്ന പ്രവർത്തകരെ, വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തകരെയാണ് ഇതിലേക്ക് പരിഗണിക്കേണ്ടതെന്നൊരു അഭിപ്രായം യൂത്ത് കോൺഗ്രസിലടക്കം സജീവമാകുകയാണ്. എന്തായാലും നിലവിലെ ചർച്ചകൾ കെ ബാബു അദ്ദേഹത്തിന് അനുകൂലമായാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം ഒരു പ്രത്യക്ഷമായ പ്രതിഷേധ പരാമർശത്തിലേക്കെല്ലാം തന്നെ കടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിരപ്പള്ളി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വനപാലകർ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കുമാണ് പരിക്കേറ്റത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് ഓട്ടത്തിനിടയിൽ പരിക്കേറ്റത്. രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിക്കാൻ ഓടിച്ചത്. കർക്കിടക വാവായ ഇന്ന് ബലിതർപ്പണത്തിനായി നിരവധി പേരാണ് ക്ഷേത്ര പരിസരങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും എത്തിയത്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമക്ഷേത്രം, ശംഖുമുഖം, കടപ്പുറം തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ പുലർച്ചെ 2:30 തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഏതെങ്കിലും പ്രകാരത്തിലുള്ള തെറ്റുകളോ കുറവുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം ക്ഷണിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും. ആലുവ മണപ്പുറത്തും ബലിതർപ്പണത്തിന് അതിരാവിലെ തന്നെ ആയിരങ്ങളെത്തി. പട്ടാമ്പയിൽ ഭാരത് പുഴയോരത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങിലും നിരവധി പേർ എത്തിച്ചേർന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ബലിതർപ്പണത്തിനെത്തിയവർക്ക് ആവശ്യമായ വസ്തുക്കളും പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയതായി ഭാരവാഹികൾ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകളും നടന്നു.
വലിയ തിരക്കാണ് അവിടെയും അനുഭവപ്പെടുന്നത്. മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാലു ബലിതർപ്പണം നടന്നു. ബലിതർപ്പണ ചടങ്ങിന് പാണ്ഡ്യാത്ത് പ്രേമാനന്ദൻ കാർമ്മികത്വം നൽകി. മുക്കത്തു നിന്നും ക്ഷേത്രങ്ങളിലേക്കും കാരശ്ശേരി വയനാട്ടിലെ പെൺകുഴി ശ്രീരാമ ക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലി തർപ്പണം നടന്നു. പുലർച്ചെ തുടങ്ങിയ ചടങ്ങുകളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വയനാട്ടിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ഇത്തവണയും ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി തർപ്പണം നടത്തി. നിരവധി വിശ്വാസികൾക്കൊപ്പമാണ് അദ്ദേഹം ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തത്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നടന്ന വാവുത്സവത്തിൽ നിളയിൽ ആയിരക്കണക്കിന് പേർ പൊതുതർപ്പണം നടത്തി. ദേവസ്വം അംഗീകരിച്ച 14ഓളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ കർമ്മങ്ങൾ നടന്നത്. കൊല്ലത്ത് തിരുമുല്ലാവാരം ക്ഷേത്രത്തിന് സമീപം ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി പേരാണ് പങ്കെടുത്തത്. കൊട്ടാരക്കര മൈലത്ത് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. KSRTC ഡ്രൈവർ ജിനു അടക്കം 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നും പാലക്കാടേക്ക് വരികയായിരുന്ന KSRTC ബസ് മൈലം ജംഗ്ഷനിൽ നിർത്തിയിടുന്ന മറ്റൊരു KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഫാസ്റ്റ് അപ്പോൾ അതിനിവിടെ സ്റ്റോപ്പില്ലാതെ ഒരാൾ കൈ കാണിച്ചപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ തൊട്ട് പിറകിലായിരുന്നു ഈ സൂപ്പർ ഫാസ്റ്റ് വന്നത്. വരുന്ന വഴിക്ക് ഈ ഫ്രണ്ടിൽ വന്ന ആൾ കൈ കാണിച്ച കാരണം ഫ്രണ്ടിൽ വന്ന ഫാസ്റ്റ് ചവിട്ടി നിർത്തുകയും ഇത് പെട്ടിച്ച് ബാക്കിൽ നിന്ന് ബ്രേക്ക് ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ തെന്നി മാറി അതിൻ്റെ ബാക്കിലും ഇടിച്ചു. ഓപ്പോസിറ്റ് സൈഡ് വന്നൊരു ലോറിക്കകത്തും കൊണ്ടുവന്നിരിക്കുകയാണ് ഉണ്ടായത്. ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ കാലിനൊരു ചെറിയ കുഴപ്പമുള്ളത്, വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഡ്രൈവർക്കും പിന്നെ കണ്ടക്ടറും അവർ അങ്ങനെ മൊത്തം 5 പേര് ആശുപത്രി കൊണ്ടുപോയി. അത് വലിയ കുഴപ്പമില്ല. ഡ്രൈവറുടെ കാല് അതിനകത്ത് അമുങ്ങിപ്പോയി, അതേ ഉള്ളൂ. എന്തോ ഒടുവോ അങ്ങനെ എന്തോ സംവിധാനത്തിലേ ഉള്ളൂ. മറ്റ് ആൾക്കാർക്കൊന്നും വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് പെട്ടെന്ന് വന്നതിൻ്റെ ചവിട്ടിയിട്ട് കിട്ടിയില്ല വണ്ടി. പിന്നെ ഇതാണ്ട് ഇവിടുത്തെ റോഡ് നിങ്ങൾ കാണാം, അവിടെ നിന്നേ പോയത്. ബസ് വേഗത്തിലായിരുന്നു. ഈ വളവ് വളഞ്ഞ് വരുന്ന ഫീൽഡ് ഫ്രണ്ടിൽ വന്ന ഫാസ്റ്റും ചവിട്ടി നിർത്തി. പെട്ടെന്ന് അത് ചവിട്ടി നിർത്തിയപ്പം വെട്ടിച്ച് മാറ്റിയതാണ്. പക്ഷേ ചവിട്ടിയിട്ട് കിട്ടിയില്ല. വണ്ടി വെട്ടിച്ചു അങ്ങ് ചെന്ന് മറ്റേ ലോറിക്കകത്ത് ഇരിക്കുകയുണ്ടായത്. മറ്റേ ലോറിയുടെ സൈഡിൽ ഓടിച്ചു. അല്ല ബസ്സിൻ്റെ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കേരളത്തിലെ എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ MP മാരോട്. എയിംസ് അനുവദിക്കണമെന്ന് ആവർത്തിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാർ. BTech സീറ്റുകളിലേക്ക് കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ ഒഴിവാക്കിയതിൽ ഇടപെട്ട മന്ത്രി റോജി M. ജോൺ. 13-ാം തീയതി തൃശൂരിൽ പോകാതെയും മറ്റു കോളേജുകളിലും പ്രവേശനം തേടാം. ഏതെങ്കിലും കോളേജിൽ റിപ്പോർട്ട് ചെയ്താൽ റാങ്ക് അനുസരിച്ച് ഒഴിവുള്ള കോളേജിൽ പ്രവേശനം നേടാം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ കാർ ഇടിപ്പിച്ചു കൊന്ന കേസിൽ തെളിവുകൾ സാക്ഷി തിരിച്ചറിഞ്ഞു. ബൈക്കിന്റെ ഭാഗങ്ങളും ഹെൽമറ്റുമാണ് തിരിച്ചറിഞ്ഞത്. ശ്രീരാമന്റെ കാറിലുണ്ടായിരുന്ന 7 തൊണ്ടി മുതലുകളും മഹസർ സാക്ഷി തിരിച്ചറിഞ്ഞു. ഇതുവരെ വിസ്തരിച്ചത് 12 സാക്ഷികൾ. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിന് ജീവൻ നഷ്ടപ്പെട്ട കലിയൂർ സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റി. രാജേഷിന്റെ 2 കുട്ടികൾക്കുമുള്ള ഉന്നത പഠനം നൂറുൽ ഇസ്ലാം സർവകലാശാല ആയിരിക്കും വഹിക്കുക. നഴ്സ് കൂടിയായ രാജേഷിന്റെ ഭാര്യയ്ക്ക് നിംസ് മെഡിസിറ്റിയിൽ സ്ഥിര നിയമനവും ഉറപ്പു നൽകി. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. എരുത്തേമ്പതി വണ്ണാമട സ്വദേശി അശ്വിനിയാണ് മരിച്ചത്. പനിയെ തുടർന്ന് കൊഴിഞ്ഞാമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. കോതമംഗലത്ത് തടിലോറിയുടെ നിയന്ത്രണം നഷ്ടമായി. ആശങ്കയുയർത്തി ചക്രങ്ങൾ മുകളിലേക്ക് ഉയർന്നു. അപകടം ഒഴിവായത് പിന്നിലെ തടികൾ റോഡിൽ കുത്തി നിന്നതിനാലാണ്. സംഭവം MM റോഡിലാണ്. ലോറി മാറ്റിയത് പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ്. പാലക്കാട് 9ാം ക്ലാസ്സുകാരന്റെ സൈക്കിളിൽ മൂർഖൻ പാമ്പ്. സംഭവം കഞ്ചിക്കോട് സത്രപ്പടിയിൽ. പാമ്പിനെ കണ്ട്
പാമ്പിനെ കണ്ടത് സൈക്കിൾ എടുക്കാൻ ചെന്നപ്പോഴാണ്. സർപ്പ വോളണ്ടിയർമാർ എത്തി പാമ്പിനെ പിടികൂടി. ശുദ്ധീകരണ പ്ലാന്റുകളിലെ വാൽവുകളുടെ അറ്റകുറ്റപ്പണി കാരണം തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം മുടങ്ങും. നിയന്ത്രണം നാളെ രാവിലെ മുതൽ മറ്റന്നാൾ ഉച്ചവരെയായിരിക്കും. ജലവിതരണം മുടങ്ങുക പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കിൽ നിന്നും വെള്ളമെത്തിക്കുന്ന സ്ഥലങ്ങളിലാണ്. മുൻ മന്ത്രി എം ബി രാജേഷിന്റെ സഹോദരൻ എം ബി ബ്രിജേഷ് അന്തരിച്ചു. അസുഖബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ത്യം ഇന്ന് പുലർച്ചെ 2 മണി. ബാലരാമപുരം ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം. മദ്യം ഉൾപ്പെടെ കവർന്നു. ബിവറേജസിന്റെ വാതിലുകൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുക്കത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 20 ഗ്രാം കൊക്കൈനുമായി എടവണ്ണ സ്വദേശിയായ യുവാവിനെ ഡാൻസ് ഓഫ് ടീമും മുക്കം പോലീസും ചേർന്ന് പിടികൂടി. എടവണ്ണ സ്വദേശി അൻസാഫാണ് പോലീസിന്റെ പിടിയിലായത്. ലഹരിക്കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ യൂത്ത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. കാസർഗോഡ് വെച്ചാണ് പെരുമ്പാവൂർ സ്വദേശി ഹുസൈൻ അറസ്റ്റിലായത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം നീക്കിയതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് വ്യക്തമാക്കി. ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറത്തിയത് കഞ്ചാവ് ലഹരിയിലായിരുന്ന പൈലറ്റ്. ഗുരുതര വീഴ്ചയ്ക്ക് തെളിവുകൾ കണ്ടെത്തി. കഞ്ചാവ് ഉപയോഗിച്ചെന്ന് 2ാം പരിശോധനാ ഫലവും പുറത്തുവന്നു. വിമാനം ആകാശമധ്യേ പൊടുന്നനെ താഴ്ന്നത് 300 അടിയാണ്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഫുക്കറ്റ് ഡൽഹി വിമാനം. സംഭവം ഓഗസ്റ്റ് 4. ആം ആദ്മി പാർട്ടി MLA അനിൽ ഝാ വാട്സ് അടിവസ്ത്രം ധരിച്ച് സന്ദർശകർക്ക് മുന്നിൽ എത്തിയതിനെ വിമർശിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഹിരാരി മണ്ഡലത്തിലെ MLA അനിൽ ഝാ വാട്സിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. നിയോജക മണ്ഡലത്തിലെ സ്ത്രീകളെ കണ്ടുമുട്ടുമ്പോൾ ഉചിതമായ വസ്ത്രം ധരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഹോർമുസ് വെല്ലുവിളി മറികടക്കാൻ തന്ത്രപരമായ നീക്കവുമായി റഷ്യ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് റെയിൽ പദ്ധതിക്കാണ് നീക്കാൻ. പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കാൻ വെല്ലുവിളികൾ ഏറെയാണ്. കരമാർഗം റഷ്യൻ എണ്ണ ഇന്ത്യയിൽ എത്തിക്കാനായാൽ എണ്ണവിലയിൽ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ചെങ്കടലിൽ വീണ്ടും കപ്പൽ തകർത്ത് ഹൂതികൾ. 4 പേരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ തീരത്ത് പനാമ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ ആരോപണം. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം. അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നു. വിവാദം നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എയർഫോഴ്സ് 1-ൽ നിന്നും വിമാനം മാറിക്കറിയ സംഭവത്തിൽ. ഇനി വിശദമായ മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഓണസദ്യയ്ക്ക് മലയാളികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത വിഭവമാണ് ഉപ്പേരി. അതും നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരിയാണെങ്കിൽ സ്വാദൊന്ന് വേറെ തന്നെയാണ്. പത്തനംതിട്ട പുല്ലാട് കിഴക്ക് 292 നമ്പർ NSS കരയോഗത്തിലെ ശ്രീ ലക്ഷത വനിതാ സ്വാശ്രയ സംഘമാണ് ഉപ്പേരി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കി ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കുന്നത്. അംഗങ്ങൾ ഉൾപ്പെട്ട സംഘമാണ് ഓണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ഉപ്പേരി, കളിയടയ്ക്ക, ശർക്കര വരട്ടി അങ്ങനെ പോകുന്നു ഓണത്തിനുള്ള വിഭവങ്ങൾ. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ വാങ്ങാൻ ആവശ്യക്കാരും ഏറെയാണ്. വിലയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തവണയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതുവെ വാതകത്തിന് വില കൂടിയിട്ടുണ്ട്, കായ്ക്കാണെങ്കിലും വില കൂടിയിട്ടുണ്ട്. അപ്പം ആ വില കൂടിയതിനനുസരിച്ച് വിലയിൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും ഒരു ചെറിയ വർധനവുണ്ടാകും. വന്നെങ്കിലും വളരെ ന്യായമായ രീതിയിൽ തന്നെയാണ് വിലയിടുന്നത്. വർദ്ധിച്ചു വരുന്ന പാചകവാതകത്തിന്റെ വിലയും മറ്റ് സാധനങ്ങളുടെ വിലവർധനവും
പ്രതിസന്ധിയാകുന്നുണ്ട്. സമയത്തിന് കീഴിലുള്ളതാണ് സ്വാശ്രയ സംഘം. ആ സ്വാശ്രയ സംഘത്തിലെ സ്ത്രീജനങ്ങളാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ല എണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ സാധനത്തിനും. അതുപോലെ തന്നെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വൃത്തികേടൊന്നും ഇല്ലല്ലോ, നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നത്. അവരെല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ചാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 13 വർഷമായി മുടക്കമില്ലാതെ തുടരുന്ന ഈ വനിതാ സംരംഭത്തിന് NSS കരയോഗത്തിന്റെ പിന്തുണയുമുണ്ട്. കഴിഞ്ഞ വർഷം ആണെന്നൊരു നമുക്ക് സാധനം തികഞ്ഞില്ല. ഓണത്തിന് 4 ദിവസത്തേക്ക് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും തീർന്നു. ഇപ്പം ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ മുൻകരുതൽ എടുക്കുന്നുണ്ട്. ഈ നാട്ടിലെ പുല്ലാട്, കുമ്പനാട്, കോഴഞ്ചേരി, അയിരൂര്, തോട്ടപ്പഴശ്ശേരി ഈ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. വൃത്തിയോടും രുചികരമായും തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് വിദേശത്തും ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി സ്വർണ്ണ നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,195, പവന് 1,13,560. 18 ക്യാരറ്റ് ഗ്രാമിന് 11,660, പവന് 93,280. വെള്ളി ഗ്രാമിന് 255, കിലോഗ്രാമിന് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.